ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അന്ന് പറഞ്ഞ പോലെ എക്സ്പോ 2020യുടെ സസ്റ്റൈനബിലിറ്റി പവലിയൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് 2 ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അണ്ടർ ദി ഓഷ്യൻ. ഞാൻ ആദ്യം അണ്ടർ ദി ഓഷ്യൻ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കടലിൻ്റെ അടിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മളാരും കടലിൻ്റെ അടിയിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാറ് പോലുമില്ല. അവിടെ എത്രമാത്രം ശബ്ദത്തിലാണ് തിമിംഗലങ്ങളൊക്കെ സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവർ പരസ്പരം കാണുന്നത്, അവിടെ എന്തൊക്കെ വെളിച്ചമാണുള്ളത്, എത്രമാത്രം വേഗതയിലാണ് അവിടെയുള്ള ശബ്ദം സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് കടലിൻ്റെ അടിയിൽ എക്കോ ഉണ്ടാകുന്നത്, ഇതൊക്കെ അവിടുത്തെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആളുകൾ സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ക്ലാപ്പിംഗ് കേട്ടില്ലേ, അതേപോലെ നമ്മൾ എന്തിനാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മളാരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അണ്ടർ ദി ഫോറസ്റ്റ് എന്ന നാട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് UAE ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അവർ മണ്ണിരയെ ഒന്നും അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വേര് വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കുക പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇവിടെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. കാർബൺ നമുക്ക് കുറയ്ക്കേണ്ടതും അതേപോലെ ഓക്സിജൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ ഇവിടെ നിന്നും ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. വേരുകൾ എന്തൊക്കെയാണ് ഒരു വൃക്ഷത്തെ, ഒരു പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത്, അവിടെ വേരുകളോടൊപ്പം എത്ര തരം ജീവികൾ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് മണ്ണിനടിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ മേലെ കാണുന്ന ലോകമല്ലല്ലോ മണ്ണിനടിയിലുള്ളത്. എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അണ്ടർ ദി ഫോറസ്റ്റിൻ്റെ പ്രത്യേകത. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത മാസം 10-ാം തീയതിയോട് കൂടിയിട്ട് ഈ പവലിയൻ താൽക്കാലികമായി ക്ലോസ് ചെയ്യും. കണ്ടല്ലോ, വേരുകൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പോൾ വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണിനടിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ വേരുകൾക്കിടയിലൂടെ ഓരോ ജീവജാലങ്ങൾ, മണ്ണിര ഉൾപ്പെടെ പല പല ജീവികളും അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലേ, മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്ന് നമ്മളെ താഴോട്ട് കൊണ്ടുപോയി വേരിനോട് ചേർന്ന് കൊണ്ട് പുഴുക്കളൊക്കെ ഇഴഞ്ഞ് നടക്കുന്നത് കണ്ടല്ലേ. ജലാംശം വലിച്ചെടുക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മരം വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് കേൾക്കണമെങ്കിൽ എക്സ്പോയിൽ പോകണം. അതെ 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 കണ്ടോ, നമ്മെ അറിയാതെ അവർ മണ്ണിനടിയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ മൊബൈൽ ഫോണിൻ്റെ വരെ പ്രൊഡക്റ്റ് റെസിപ്പീസ് അതിലെഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വർഷം നമ്മൾ എത്രമാത്രം വെള്ളം നമ്മൾ പാഴാക്കുന്നു, നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്.
അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.